ഒരു പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ പേഴ്സണലി നേരിടുന്ന സ്ഥലങ്ങൾ എന്നുള്ള സ്ഥലത്ത് തന്നെ സംസാരിക്കാൻ തോന്നും. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയുള്ളൂ, ഇപ്പോൾ പലപ്പോഴും നമ്മളോട് ചോദിക്കും ഇപ്പോൾ സെൻസർഷിപ്പ് ഉണ്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫിലിം മേക്കിങ്ങിലൊരു വെല്ലുവിളി വേണമല്ലോ. അതായത് നേരിട്ട് സിനിമ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഫാസിസ്റ്റ് ബ്രാഹ്മണിക് സ്റ്റേറ്റിൻ്റെ കീഴിലിരുന്നിട്ട് മുസ്ലിം നരേറ്റീവിൽ സിനിമ എടുക്കുമ്പോൾ നമുക്കൊരു വെല്ലുവിളി വേണമല്ലോ. ഒരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഈ സിനിമ ബാൻ ചെയ്യണമെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കെതിരെ പേഴ്സണലി വധഭീഷണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വരിക. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളില്ലാതെ എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് സ്ഥലത്ത് സിനിമ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫാസിസത്തിനെതിരെയാണ് സിനിമ എടുക്കുന്നത് വിശ്വസിക്കുക തുടങ്ങിയ ഒരു, അതായത് വയലൻസ് എവിടെയാണ് നിൽക്കുന്നത്, ഇങ്ങനെയാണോ വയലൻസ് നിൽക്കുക, വയലൻസിൻ്റെ സ്വഭാവം എവിടെയാണ് നിൽക്കുക. പക്ഷെ ആ സ്ഥലത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് വളരെ വളരെ ഏറ്റവും ആദ്യ ഘട്ടത്തിൽ, ഒരു സിനിമ കൺസീവ് ചെയ്യുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ സാധനം വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് അത് ഞാൻ പേഴ്സണൽ നരേറ്റീവായിട്ട് എടുത്താൽ മതി, ഒരു ഫിലിം മേക്കർ എന്നുള്ള പേഴ്സണൽ നരേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അപ്പോൾ ആ തരത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ നരേറ്റീവാണ്. അപ്പോൾ ആ സ്ഥലത്തിരുന്നിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഈ സ്റ്റേറ്റിൻ്റെ സെൻസർഷിപ്പോ അല്ലെങ്കിൽ ഒരു ഔട്ട്ഫിറ്റിന് നമുക്കെതിരെ എങ്ങനെ പ്രതികരിക്കും എന്നതോ അല്ല ഒരു ഫിലിം മേക്കർ നിലയ്ക്ക് ആദ്യം നമ്മളെ മേലെ വരുന്ന വയലൻസ്. അതായത് ഇപ്പോൾ ഞാനൊരു വാണിജ്യ സിനിമ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതൊരു മാസ് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്ത് എന്ന ചോദ്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ അനിഷ്ടം വാങ്ങിക്കാൻ പോകുന്നത് എന്ത്, അല്ലെങ്കിൽ അവരുടെ ബോധത്തിനോട് എത്ര യോജിക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവരുടെ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ ഒരു മിലിയിലെ കഥ പറയാൻ തീരുമാനിക്കുന്ന സ്ഥലത്ത് അത് ഉണ്ടാക്കിയേക്കാവുന്ന അപ്രീതിയെക്കുറിച്ചുള്ള ചിന്തകൾ ഞാൻ രണ്ടാമതൊരാളോട് പറയുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ആശയവിനിമയങ്ങളിൽ തരെ വയലൻസ് ഉണ്ട്, അവിടെയാണ് ഫാസിസം കയറി വന്നിരിക്കണതെന്നാണ്. അപ്പോൾ ആ ഒന്നാമത്തെ ഫാസിസ്റ്റ്, ആദ്യം എനിക്ക് നേരിടാനുള്ള ഒന്നാമത്തെ നാസി, ഒന്നാമത്തെ ഫാസിസ്റ്റ് ഞാൻ തന്നെയാണ് എന്ന ഒരു ബോധത്തിൽ നിന്ന് വേണം നമ്മൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊരു മാസ് ഡയലോഗ് അടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഇരുന്നിട്ട് ഈ ഒരു ഓപ്പൺ ഫോറം, ഈ ഫിലിം ഫെസ്റ്റിവലും അല്ലെങ്കിൽ ഇനി എന്ത് നടക്കാൻ പോവാണെങ്കിലും എനിക്കതിൽ പറയാനുള്ള ഒരു കാര്യം, ഇപ്പം ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ എന്തൊക്കെയായാലും കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു ബോധത്തോടാണ് സമരം ചെയ്യാനുള്ളത്, ഒരു ബോധത്തോടാണ് സമരം ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഒരു അബോധത്തോടാണ് സമരം ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സമരം ചെയ്യാനുള്ള ബോധം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ സമയം നമ്മുടെ ശത്രുവും നമ്മുടെ മിത്രവും അറിവാണ് എന്നതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമുക്ക് കൂടുതലും ഇങ്ങനത്തെ ഇൻട്രാക്റ്റീവ് സെഷൻസുകളും കൂടുതൽ നോളജ് പ്രൊഡക്ഷൻ നടക്കുന്ന എല്ലാത്തരം വേദികളും കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു, ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, ഇപ്പം നടക്കാൻ പോകുന്ന ഇൻട്രാക്റ്റീവ് സെഷൻ്റെ വരെ ഒബ്ജക്റ്റീവ് അതായിരിക്കണം. നമ്മൾക്ക് അൺലേണിങ്ങിനും ലേണിങ്ങിനുമുള്ള സമയമാണ്. ഇപ്പോൾ ഒരു റവല്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദെയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അൺലേൺ ചെയ്തും ലേൺ ചെയ്തും മുന്നേറേണ്ട ഒരു ഘട്ടമായിട്ടാണ് നമ്മുടെ സമരത്തിൻ്റെ ആദ്യപടിയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പടിയും അതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോധത്തിൽ നിന്നും അബോധത്തിൽ നിന്നും നമുക്ക് ഈ നാസികളെ തുരത്തി ഓടിക്കണം, ഫാസിസത്തെ തുരത്തി ഓടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ടും അതിലേക്ക് സംഭാവന അർപ്പിക്കുന്ന ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ടും നമുക്ക് ഇനി വരാൻ പോകുന്ന സെഷൻ മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. സോ I would like to direct this discussion towards the important role that the narratives of mainstream media and mass media has in setting up this mass psychology, and how does it influence the Sangh Parivar idea as to get this authoritative power over the people. So I'll start from you, Parvathy Thiruvothu. So you have been central in developing different narratives in Malayalam cinema or Indian cinema. What do you think of the role you had to play in setting up the narrative or disrupting it for the predominant Brahmanic and patriarchal nature of the same? എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഇരിക്കുന്ന പൊസിഷൻ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി വാട്ട് ബൈൻഡ്സ് അസ്, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള അതിൽ നിന്ന് കവിഞ്ഞ് മുമ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ ഐ കം ഫ്രം എ വെരി പ്രിവിലേജ് സ്പേസ്. ലൈക്ക് Nandita said here, I didn't choose to be born in a Hindu family. I didn't choose to be a fair-skinned person. I didn't choose to be born into a financially pretty much well-to-do family. പക്ഷേ those are privilege. പക്ഷേ ഏകദേശം ഒരു 29 വർഷത്തോളമെങ്കിലും ഞാൻ എൻ്റെ പ്രിവിലേജ് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ പ്രിവിലേജ് മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രിവിലേജ് എന്നെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളത്. ഞാൻ ഫെമിനിസ്റ്റ് കോസസിലേക്ക് ഏറ്റവും കൂടുതൽ ഏർപ്പെടാനുള്ള കാരണം അത് ഏറ്റവും ആദ്യം എന്നെ എഫക്റ്റ് ചെയ്ത കുറേ ഇൻസിഡൻസ് ഉണ്ടായതുകൊണ്ടാണ്. സോ അതൊരു ഫസ്റ്റ് ഹാൻഡ് ഇഷ്യൂ ആയി മാറി എനിക്ക്. ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അതിലുള്ള ഇൻ്റർസെക്ഷനാലിറ്റിയെക്കുറിച്ച് ആൾക്കാർ നല്ലോണം എന്നെ പഠിപ്പിച്ചു തന്നത്. സോ അവിടെ കുറച്ച് മനസ്സൊന്ന് വികസിച്ചു. അപ്പോൾ എൻ്റെ പ്രിവിലേജ് പൊസിഷനെ പറ്റിയിട്ട് കുറച്ചും കൂടെ മനസ്സിലാക്കിയപ്പം ഞാൻ സംസാരിക്കുന്നത് കുറവും കേൾക്കുന്നത് കൂടുതലുമായി. അത് കഴിഞ്ഞ് 2 വർഷം മുമ്പാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ബൈ ഡിസൈൻ ഓർ ബൈ ഡിഫോൾട്ട് എൻ്റെ ലൈഫിൽ മുസ്ലിം സുഹൃത്തുക്കൾ വളരെ കുറവായിരുന്നു. ഞാൻ മീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ സൗഹൃദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ലൈഫ് എന്താണ്, ആസ് എ റെഗുലർ പേഴ്സൺ എൻ്റെ വേറൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞ പോലെ അവരുടെ ജീവിതം എനിക്ക് ഇത്രയും അടുത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഐ സ്റ്റിൽ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് ബൈ ഡിസൈൻ ഓർ ബൈ ഡിഫോൾട്ട്. സോ ഒരുപാട് രീതിയിൽ ഞാൻ ദൂരെ ഇരുന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം എന്ന് നമ്മൾ ഡിവൈഡ് പറയാൻ പാടില്ല എന്ന് നന്ദിത പറഞ്ഞതിൽ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു അത്. പക്ഷേ എനിക്കൊരു റീലേണിങ്ങിൻ്റെ ആവശ്യം വന്നു. സോ ഞാനിപ്പം ഹിന്ദു മുസ്ലിം എന്ന് മാറ്റി പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് നൗ ഐ വോണ്ട് ടു ലിസൺ. ഈ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് നടക്കുന്നത് CAA പറ്റിയിട്ട് ആദ്യം വിവരം കിട്ടിയപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഇതിൻ്റെ ജേർണലിസ്റ്റ് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, പ്രത്യേകമായിട്ട് അവർ ഒരു റിലീജിയൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സിഖ്, ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, പക്ഷേ പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇത് തുടങ്ങിയതൊരു ഹ്യൂമാനിറ്റേറിയൻ സ്പേസിൽ നിന്ന് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെ നിലനിൽക്കുന്നു. പക്ഷെ അതിൽ നിന്നും മുമ്പോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം എന്നോട് ചിലർ പറഞ്ഞപ്പോൾ എന്താ മുസ്ലിംസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പേഴ്സിക്യൂട്ടഡ് ആയിട്ടുള്ള മൈനോറിറ്റീസ് മുസ്ലിംസ് ഇൻ അതർ കൺട്രീസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ശ്രീലങ്കൻ തമിഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അണ്ടർസ്റ്റാൻഡബിൾ. പിന്നെ ഇൻസൈറ്റ് ചെയ്യപ്പെട്ട വയലൻസ് ഓൾ ഓവർ ഇന്ത്യ, മെയിൻലി ഇൻ UP, it makes sense to say that it is a very pointed attack against the Muslim community. അത് പറയാതിരിക്കാൻ പറ്റില്ല. So we can talk about the rest of the constitution, democracy, we must keep talking about it, but we must address what Ashraf was saying is that this should become a mission to save life. Now I'll come, ഇതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എൻ്റെ പ്രിവിലേജ് പൊസിഷനിൽ നിന്നിട്ട് ഞാൻ ഇതിനെ കാണുമ്പോൾ I can't speak for you, I'm here to listen to you and learn, and then എനിക്ക് കിട്ടുന്ന പ്രിവിലേജ് സ്പേസസിൽ എനിക്ക് ആ കോൺവെർസേഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ശ്രമങ്ങളിലാണ് ഞാൻ ഇപ്പോൾ ഏർപ്പെടാൻ ശ്രമിക്കുന്നത്. നൗ ഇൻ പോപ്പുലർ കൾച്ചർ തുടക്കത്തിലൊക്കെ ഫെമിനിസ്റ്റ് കോസസ് അതിനെ പറ്റിയിട്ട് ഒരുപാട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അതിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ദ കൈൻഡ് ഓഫ് റോൾസ് ഐ ടേക്ക്, ദ മൂവീസ് ഐ ടേക്ക്. ഞാൻ ആ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ വെറ്റ് ചെയ്യുന്നത് ആ ഒരു എക്സ്റേയിലൂടെ ആയിരുന്നു. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പം ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെ എങ്ങനെയാണ് പടങ്ങളിൽ കാണിക്കുന്നത്, ആ നെറേറ്റീവ് എന്താണ് പോപ്പുലറൈസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. സോ പിന്നീട് അവരോടൊക്കെ സംസാരിക്കുമ്പം വളരെ അപ്പോളജറ്റിക് ആയിട്ടായിരുന്നു ഞാൻ സംസാരിച്ചത്, ബിക്കോസ് ഐ ഡു റെപ്രസെൻറ്റ് ദി ഇൻഡസ്ട്രി. ആൻഡ് ഇവൻച്വലി അതിൻ്റെ ബോർഡർ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ടു ഈച്ച് മൈനോറിറ്റി ദാറ്റ് ഹസ് ബീൻ മിസ്റെപ്രസെൻറ്റഡ് ഇൻ അവർ പോപ്പുലർ കൾച്ചർ. I have to admit that there is a major discourse happening about films that I have done, like Enninde Moideen, Take Off, and I agree that there is massive conversation on the Islamophobia generated by my own films. So now what do I do about it is my next question. I hope that privileged people like me who didn't see the point then will not be cancelled out of the conversation. അത് ഒരു വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് കൈ ചൂണ്ടി ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ ഈ നെറേറ്റീവിൽ നിന്ന് നിങ്ങൾ നമുക്ക് വേണ്ടി സംസാരിക്കേണ്ട എന്നുള്ളൊരു സ്പേസിലേക്ക് വേണേൽ പോവാം. പക്ഷേ ഐ ബിലീവ് ദാറ്റ് മൈ പ്രിവിലേജ് ഓൾസോ ഡസൻറ്റ് ക്യാൻസൽ ഔട്ട് മൈ റൈറ്റ് ടു സ്പീക്ക് ഫോർ ഓൾ ഓഫ് യു, ഫോർ മൈസെൽഫ് ആൻഡ് ഫോർ ഓൾ ഓഫ് യു. ഡിസ്കോഴ്സ് ഉണ്ടാവണം, കോൺവെർസേഷൻ ഉണ്ടാവണം, ചോദ്യങ്ങൾ ചോദിക്കപ്പെടണം. ഐ എം എ സ്റ്റുഡൻറ്റ് more than anything else. So എന്നോടിപ്പം ഒരു ആർട്ടിക്കിൾ അയച്ചിട്ട് the first thing I won't do is not to get defensive and say that പക്ഷെ ഞാനത് അറിഞ്ഞില്ല. If I'm part of the film, I take equal responsibility to the problematic
narratives that films build. So this is how I disrupted. Maybe as a feminist, I started off, and now as a human who understands the good and the bad of the privileged spaces, I'm wanting to be part of the narrative, the process of this conversation. And I'm sorry? What do you represent when you represent a dark woman? Thank you. This is, may I know your name? Rosa. Thank you. I'll have an interactive session. I'll be staying back to answer that, but thank you so much for asking that as well. Pakshe, I think I have set up as well, with or without my knowledge, not understanding the larger context of Muslim narratives in Indian cinema. And I'm willing to change and learn. I guess that's what I can say. ഏതൊരു വേദിയാണെങ്കിലും ഒരു റെപ്രസെൻറ്റേഷനെ കുറിച്ചൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മളതിന് അറ്റ്ലീസ്റ്റ് മിനിമം മര്യാദ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരം കൊടുക്കുക. Now, am I the right person to answer that എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I can say that I am learning. So let me start from there. I will make mistakes. I think I have the right to make mistakes, and as long as I learn. First of all, I don't represent dark women. I know dark women. I have met them. I know of their struggles. ഞാൻ ആദ്യം അതിനെപ്പറ്റി പറഞ്ഞിട്ടാണ് ട്രാൻസ് വിമൻ്റെ കാര്യത്തിലേക്ക് വരാൻ പോകുന്നത്. വളരെ ക്വിക്ക്ലി ടെൽ മീ. ഒരു ഉറൂബിൻ്റെ രാജിയമ്മ, അതാണ് എൻ്റെ പ്രോബ്ലം. I'll talk about that. That is one of the problem. Rosa, I'll have to cut you off. Why? I'll tell you. See, there is an importance in what you're saying. Everything related to marginalized communities must be discussed. Now, I have to also respect the fact that the forum here has to talk about CAA, NRC, the issues, and the Nazism. Okay? നമ്മൾ അതിനെ cancel out ചെയ്തിട്ട് we can't take over. But I can only tell you that when the time is right, we will have a conversation about Urubinte Rachiyamma and why I played the character, എൻ്റെ ടേക്ക് അതിൽ എന്തായിരുന്നു, and about if I will ever represent a woman who in real life is dark. It's very big question, and the answer will be no. Now, when it comes to a fictional space and adaptationൻ്റെ കാര്യം വരുമ്പം, it's a big tricky space. We all have to go through that. അതിൽ ഞാനും റോസയും ഒരു വര വരച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അല്ല നിൽക്കുന്നത്. We have to talk about it. Now, I have to learn from you what the issues of a trans woman is. I'm not one. I am the privileged woman, right? The fair-skinned, Hindu-born woman. So, I am still listening to you all. I know many trans women in my life. Trans people has actually done, some of them tell me, നിന്നെ ട്രാൻസ് പേഴ്സൺ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. ചിലവർ പറയും ട്രാൻസ് വുമൺ എന്ന് വിളിച്ചാൽ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ദ കൺഫ്യൂഷൻ ഇസ് ദാറ്റ് വി ആർ സ്റ്റിൽ ലേണിംഗ് ഫ്രം യുവർ കമ്മ്യൂണിറ്റി how to talk to you and what to learn from you. So there is a long way for us to go in this conversation. അപ്പം എനിക്കിപ്പം റോസയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ദാറ്റ് ഇങ്ങനെയൊരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി, ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റേഷൻ പോപ്പുലർ കൾച്ചറിൽ കുറവെന്നുള്ളതല്ല, ചിലപ്പം ഇല്ലേ ഇല്ല എന്ന് പറയുന്നതാണ്. അതിനെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഇനി നടത്താമെന്നുള്ളൊരു വാഗ്ദാനം മാത്രമേ എനിക്കിപ്പോൾ തരാൻ പറ്റുള്ളൂ. ആൻഡ് ഐ വിൽ ഡു ദാറ്റ് ഏർണസ്റ്റ്ലി. Now we have to go back to this other question. I'll listen to what you have to say. Okay, last one. നിങ്ങൾക്ക് സ്കാർലെറ്റ് ജൊഹാൻസിൻ്റെ ഇഷ്യൂ അറിയായിരിക്കും. ജെയ്മി ക്ലെയ്റ്റൺ, ട്രേസ് ലിസിറ്റ്, അവരുടെ ആ ട്രാൻസ്മെൻ ക്യാരക്ടർ അതിനെ ക്യാമ്പയിൻ നടത്തി ഒടുവിൽ സ്കാർലെറ്റ് ജൊഹാൻസൺ പ്രോജക്റ്റ് സ്കിപ്പ് ചെയ്തു. സോ അവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് റെപ്രസെൻറ്റേഷൻ അല്ലേ? We will talk about that is what I'm trying to tell you. The second one ഇപ്പോൾ CAA NRC അതിൻ്റെ ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. ഐ നോ വെരി വെൽ. ഞാൻ നല്ല ബോധേഡാണ്, എനിക്ക് നല്ല ബോധത്തിലാണ് സംസാരിക്കുന്നത്. ബട്ട് ദി സെക്കൻഡ് തിങ്, ആസാമിൽ NRC എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള 2K ട്രാൻസ് വുമൻസിൻ്റെ കാര്യം ആരും സംസാരിക്കുന്നില്ല. 26 ആൾക്കാർ NRC ഡിറ്റൻഷൻ ക്യാമ്പ്സിൽ ആസാമിൽ കൊല്ലപ്പെട്ടത് ആരും സംസാരിക്കുന്നില്ല. ഇവിടെ ഒരാൾ അയാൾ പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ലൈക്ക്
നമ്മൾ മൈനോറിറ്റി വോയിസ് ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നില്ല. ലൈക്ക് ഇപ്പോൾ JNU വന്നാലും ഇപ്പോൾ ഷഹീൻ ബാഗ് വന്നാലും അവിടെ മൈനോറിറ്റി വോയിസ് എന്ന് പറയുന്നത് ഈ കാണുന്ന സോക്കോൾഡ് ആൾക്കാർ സംഘടിക്കുന്ന വോയിസിനല്ല ഞാൻ പറയുന്നത്. ഇതിനെതിരെ സംസാരിക്കാൻ കഴിയില്ലാതെ രേഖകൾ വേണ്ട അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ വോയിസിനെ കുറിച്ചാണ്. അതിൽ പെടുന്നതാണ് ഈ 2K ട്രാൻസ്മെൻസ്. ഓൾറെഡി ട്രാൻസ് വിമൻസ് ഫ്രം ഈ ഈസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ അവർ റിജക്റ്റ് ചെയ്തതാണ് NRC, CAA, NPR, അതുപോലെ ട്രാൻസ് ബിൽ 2019 എന്ന് പറയുന്ന ജനോസൈഡ് ബിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിറ്റൻഷൻ ക്യാമ്പിൽ 26 പേര് കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ച് എത്ര ആൾക്കാർ സംസാരിക്കുന്നുണ്ട്? അതിൻ്റെ ഏർജൻസി എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് എത്ര ആൾക്കാർ അതിനെക്കുറിച്ച് വറീഡാണ്? ഇപ്പം മാംഗ്ലൂർ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. അവിടെ BJP റൂളിംഗ് ആയിട്ടുള്ള പാർട്ടി അവിടെ ഭയങ്കരമായിട്ട് ജനോസൈഡ് അവർ അറ്റാക്ക് ചെയ്തു, അസാസിനേറ്റ് ചെയ്തു അവിടുത്തെ നേതാക്കന്മാരെ. ഒരാളെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിച്ചിട്ടാണ് അവിടുത്തെ മുൻ മേയറെ അവർ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സൂയിസൈഡൽ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റും വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ BJP അല്ലാതെ നോൺ റൂളിംഗ് പാർട്ടീസിൽ എത്ര സ്റ്റേറ്റ് ഇപ്പോൾ ഇവർ പറയുന്ന നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് തിരിച്ചു പിടിക്കണം. എവിടെ തിരിച്ചു പിടിക്കാനാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഹിന്ദു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഹിന്ദു എന്നെ റിജക്റ്റ് ചെയ്യാത്തൊരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ചർച്ച തുടങ്ങേണ്ടിയിരിക്കുന്നു. അതായത് CAA, NRC ഇവിടെ നടക്കുന്ന ഓരോ ട്രാൻസ് ബില്ലായിക്കോട്ടെ, ഇവിടുത്തെ ഈ സോക്കോൾഡ് പോളിസീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ LGBT ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ കഴിഞ്ഞ ആഴ്ചയാണ് അവർ അത് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പോളിസീസ് എല്ലാം ഈ ഹംസഫർ നേരിട്ട് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഹംസഫറിൻ്റെ ഹിന്ദു ഗ്രൂപ്പിൻ്റെ ഫണ്ടിങ്ങിലും കാര്യങ്ങളിലൊക്കെ നടക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൈസേഷൻ ഓഫ് ക്യൂർ സ്പേസസ്. അതുപോലെ അവർക്കിത് ധർമ്മയുദ്ധമാണ്, അവർക്ക് ധർമ്മമാണിത്. ഇത് ചെയ്യുന്നതെല്ലാം ജനോസൈഡൊക്കെ അവർക്ക് ഓക്കെയാണ്. ഇവിടെ ഓക്കെ അല്ലാത്ത ആൾക്കാരാണ് ഈ ഇൻഹ്യൂമൻ ആക്ടിവിറ്റീസിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇത്തരം മൈനോറിറ്റി വോയിസിനെയും കൂടെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം. ബിക്കോസ് ഞാൻ ബാംഗ്ലൂർ 1.5 വർഷം താമസിച്ച ആളാണ്. അവിടെ എൻ്റെ സ്ഥലത്ത് നിന്ന് 40 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റൻഷൻ ക്യാമ്പ്സ് ഉണ്ട്. ഓഗസ്റ്റിൽ അവർ അത് പണിയെല്ലാം പൂർത്തീകരിച്ച് അവിടെ ആൾക്കാരെ ബാംഗ്ലൂർ എന്ന് പറയുന്നൊരു മൾട്ടിനാഷണൽ സിറ്റിയാണ്. അവിടെ ദ മോസ്റ്റ് നമ്പർ ഓഫ് ട്രാൻസ് പോപ്പുലേഷൻ, അതുപോലെ മുസ്ലിം ബംഗ്ലാദേശി പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലമാണ്. സോ ഇവർ വളരെ ഈ പറയും പോലെ ആൾക്കാർ ട്രോളും പോലെ ഒരു ബോധമില്ലാത്ത ആൾക്കാരല്ല. അവർ വളരെ പ്ലാനിങ്ങോടെ ഫ്രെയിംവർക്കോടെ തയ്യാറാക്കിയൊരു കാര്യമാണ്. ഇത് റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ തിരിച്ചു പിടിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ തിരിച്ചു പിടിക്കാതെ ചെയ്യേണ്ട, റിജക്റ്റിംഗ് ഹിന്ദുത്വ, അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സൊല്യൂഷൻ. അത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ അഗ്രി റോസ, താങ്ക് യു. മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മഹാനടൻ അഭിനയിച്ച കസബ എന്ന സിനിമയിലെ സ്ത്രീവിരുദ്ധതയെ ചോദ്യം ചെയ്യാനും ഒക്കെ ധൈര്യം കാണിച്ച ഒരാളെന്ന നിലക്ക് ഈ പുതിയ ഈ NRCയുടെ ഈ കാലത്ത് ഇപ്പോൾ ടേക്ക് ഓഫ് എന്ന സിനിമ ഇസ്ലാമോഫോബിക്കാണ് എന്നുള്ള ഒരു ആരോപണം നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായ ആളെന്ന നിലക്ക് ആ ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ചോദ്യം. താങ്ക് യു. ഇപ്പം നേരത്തെ മൂസൻ ഈ ചർച്ചയുടെ ഒരു ബേസായിട്ട് വെച്ചിട്ടുള്ള കാര്യം, ഞാനൊരു എന്ത് ചെയ്യുകയാണെങ്കിലും, അത് എൻ്റെ ഏത് രീതിയിലുള്ള കൃതിയാണെങ്കിലും, ആർട്ട് ആൻഡ് എക്സ്പ്രഷൻ ആണെങ്കിലും, ഇറ്റ് നീഡ്സ് ടു കം വിത്ത് എ ലോട്ട് ഓഫ് സെൽഫ് ക്വസ്റ്റ്യൻ. WCCയിൽ ഞാനൊരു കൂട്ടായ്മയിൽ ചേർന്ന സമയത്ത് ഇറ്റ് വാസ് നോട്ട് വിരൽ ചൂണ്ടുന്ന അങ്ങോട്ടേക്കായിരുന്നില്ല. നമ്മൾ അന്യോന്യം ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെയായിരുന്നു വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ആ ഒരു ശീലം തുടർന്നു വരുന്നത് കൊണ്ടും ഞാനിപ്പോൾ വേറൊരു സിനിമയെ പറ്റിയിട്ട് കുറ്റം പറയുകയാണ്, അതിലുള്ള പോരായ്മകളെ പറ്റി പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ എൻ്റെ അറിവ് എത്രത്തോളം ഉണ്ടോ അത്രയും ഒരു സിനിമ ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ അത്ര തന്നെ ചോദ്യം എൻ്റെ ടീമിനോട് ചോദിക്കാറുണ്ട്. അത് എന്നെ തലവേദനയായിട്ട് കരുതിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ടീമിന് മനസ്സിലാവും ദാറ്റ് ഇതിന് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ഉണ്ടെങ്കിൽ. കാര്യം ഞാൻ ആ സിനിമയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ്, എനിക്കൊരിക്കലും ത്യജിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ആ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുമ്പം അതിൽ ഞാൻ കാണാതെ പോയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി കേൾക്കാൻ ഞാൻ വളരെ ഓപ്പണാണ്. ഇപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ക്യാമ്പസ് ലൈവ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഐ കാൺട്ട് റിമെമ്പർ ദി എക്സാക്ട് അഡ്രസ്, അതിലുള്ള ഒരു റൈറ്റപ്പ്
ടേക്ക് ഓഫിനെ പറ്റിയിട്ട് ഞാൻ വായിക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പേ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വായ അടച്ച് ഞാൻ കേട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ദിസ് ഈസ് ദ പ്രോബ്ലം കമ്മിങ് ഫ്രം എ പ്രിവിലേജ് സ്പേസ് ഇസ് ദാറ്റ് അത് അണ്ടർഗോ ചെയ്യാത്ത ആൾക്കാർ അതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അറിവിന് വേണ്ടിയിട്ട്. പക്ഷെ ഡിഫെൻഡ് ചെയ്യാൻ ഉടനെ ഇറങ്ങുന്നത് ഇസ് എ വെരി ബാഡ് ഐഡിയ. സോ ഐ നീഡ് ടു ലിസൺ. അപ്പോൾ ടേക്ക് ഓഫിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വുമൻ ഐ വോണ്ട് സേ ഇസ് എ പ്രോബ്ലമാറ്റിക് തിങ് ബിക്കോസ് ഐ ഹാവ് സീൻ വിമൻ ലൈക്ക് ദാറ്റ്. ഞാനത് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാഴ്ചപ്പാട് സമീറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഐ മീൻ ആ എക്കണോമിക് സ്ട്രേറ്റിലുള്ളവരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്കൊരു പുതിയൊരു ഇതിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ട്രൂത്തിൻ്റെ ഡിസ്റ്റോഷൻ, ട്രൂത്തിൻ്റെ ഡെപ്പിക്ഷൻ ഇസ് വൺ തിങ്. അതും ജനറലൈസ്ഡ് ട്രൂത്തായി മാറുന്നതിൻ്റെ ഡേഞ്ചറിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ ബോധവതിയാണ്. ട്രൂത്തിൻ്റെ ഡിസ്റ്റോഷനായിട്ട് വരുന്ന ആസ്പെക്റ്റ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഐ ഹാവ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, മൈ ടീം വൗച്ച്ഡ് ഫോർ ഇറ്റ് ആൻഡ് ഐ ബിലീവ്ഡ് ദെം. സോ നൗ അതിനെ പറ്റിയിട്ട് വീണ്ടും ഒരു ചർച്ചയും ചോദ്യം വരികയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനെ പറ്റിയിട്ട് കേൾക്കാനും തിരുത്താനും ഇനി മുമ്പോട്ട് പോകുന്ന സിനിമകളിൽ അത് വരാതിരിക്കാനുമുള്ള തീരുമാനം ഞാൻ എടുക്കുന്നുണ്ട്. ദാറ്റ്സ് വൺ തിങ്. സോ ദ മെയിൻ തിങ് ഇസ് ദാറ്റ് ഐ ഡോണ്ട് ജസ്റ്റ് ആസ്ക് ദ ക്വസ്റ്റ്യൻ ദെയർ. കസബ പോലത്തെ ഒരു സിനിമയിലുള്ള പ്രോബ്ലം ഇപ്പോഴും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പല സിനിമയിലും വരുന്നുണ്ട്. അത് ചോദിക്കാനുള്ള റൈറ്റ് ഞാൻ ഇപ്പോഴും റിസർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് ഇപ്പോൾ CAA NRC നമ്മൾ ഈ രാഷ്ട്രീയ പ്രതിരോധം ആരംഭിച്ചതിന് ശേഷം പോകുന്ന എല്ലാ പരിപാടികളിലും അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുള്ള എല്ലാ പ്രൊട്ടസ്റ്റുകളിലും ഞാനൊരു ക്യൂറായിട്ടുള്ള ഒരാളാണ്. നമ്മൾ പ്രാഥമികമായിട്ട് പൗരത്വം, ജനാധിപത്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് റീതിങ്ക് ചെയ്യുന്ന ഒരു സമയമാണ്. ഇതിനെ റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതുവരെ നിലനിന്നിരുന്ന ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ടെക്സ്റ്റായിട്ട് കണക്കാക്കുമ്പോൾ തന്നെ ഒരുപാട് ബ്രാഹ്മണൈസ് ചെയ്യപ്പെട്ട പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റായിട്ട് നമുക്കിപ്പോൾ അതിനെ വീണ്ടും അതിനെക്കുറിച്ച് പുനരാലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തരം ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് പൗരത്വം എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ജനാധിപത്യം, എന്താണ് റെപ്രസെൻറ്റേഷൻ, എന്താണ് അവസര സമത്വം, എന്താണ് ഒരു സ്ഥലത്ത് കൂടി ഇരിക്കുന്നതിൻ്റെ. ഇപ്പോൾ ഈ നന്ദിതാദാസ് ആണെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത്, പാർവതി ആണെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് CAA ആണ്, NRC ആണെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫോക്കസ് ഓഫ് ഡിസ്കഷൻ പൗരത്വം, ജനാധിപത്യമൊക്കെ അങ്ങനെയാണല്ലോ. അതിൻ്റെ മുകളിലുള്ളൊരു ബില്ല്, ജനോസൈഡലായിട്ടുള്ളൊരു ബില്ലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൗരത്വവുമായിട്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആരും എന്നെ ഇസ്ലാമോഫോബിക്കാണെന്നൊന്നും പറയരുത്. ഞാൻ തിരിച്ച് നിങ്ങൾ ഹോമോഫോബിക്കാന്ന് പറയും. ഐ എം എ കൾച്ചറൽ മുസ്ലിം, ഐ എം എ പ്രൗഡ് കൾച്ചറൽ മുസ്ലിം. അതുകൊണ്ട് ആ വാദമായിട്ട് വരരുത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസം, ആത്മീയത, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫി, ഇസ്ലാമിൻ്റെ ഒരു ജിയോഗ്രഫിക്കകത്ത് എൻ്റെ ലൈംഗികത വ്യത്യസ്തമായതുകൊണ്ടും ഞാനൊരു വിശ്വാസി അല്ലാത്തതുകൊണ്ടും അങ്ങനെ പല കാരണങ്ങളാണ് നിങ്ങൾ എൻ്റെ ചരിത്രത്തിനെയും എത്നിസിറ്റിനെയൊക്കെ ഡിനൈ ചെയ്തിട്ട് നിങ്ങൾ എന്നെ ആ ജിയോഗ്രഫിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പൗരത്വത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വീണ്ടും ഒന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ രേഖകൾ, ID പ്രൂഫ് അടക്കം ഒരുപാട് രേഖകളുമായിട്ട് നിരന്തരം കോൺഫ്ലിക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് സെക്ഷൽ മൈനോറിറ്റീസ് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. അവർക്ക് ഇങ്ങനെ ഒരുപാട് സമയം ഓരോ സമയത്തും ഇത് പ്രൂവ് ചെയ്യണം, ഓരോ സമയത്തും ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊരു പുതിയ അനുഭവമൊന്നുമല്ല. എല്ലാവരുടെയും തൊലിയുമ തട്ടുമ്പോൾ നമ്മളെല്ലാവരും റോട്ടിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ഇത് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ഈ ഇപ്പോൾ ട്രാൻസ് ബില്ല് നിങ്ങൾ CAA NRC NPR എന്ന് എഴുതുന്ന സമയത്ത് നിങ്ങൾ ട്രാൻസ് ബില്ലെന്ന് എഴുതാത്തത് ഭയങ്കര മനുഷ്യാവകാശ ലംഘനമാണ്. കാരണം കേരളത്തിൽ ഒരു വർഷം 150 ആളുകളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ മുസ്ലിംസ് അല്ല, ഹിന്ദുസ് അല്ല, അല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നുമല്ല. 150 ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട് ഇവിടുത്തെ റോഡുകളിൽ. ഭയങ്കര സ്ലോ ആയിട്ടുള്ള, ഭയങ്കര ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ ജിനോസൈഡ് ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഇവിടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ കോർപ്പറേറ്റ് ക്യാപിറ്റലിസത്തിനെ കുറിച്ചും കൂടി ഞാൻ പറയാം. നമ്മളിവിടെ സ്വാതന്ത്ര്യ സമര ആ കാലഘട്ടത്തിലൊക്കെ വളരെ ബുദ്ധിപൂർവം
ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച ഈ എന്താ പറയുക ബൈനറി സാധനം ഉണ്ടല്ലോ, ഹിന്ദു മുസ്ലിം സാധനം, അതൊക്കെ വെച്ച് അത് തന്നെ അത് ഇവിടെ വർക്ക് ചെയ്യുന്ന മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും ഇത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സമരത്തിന് റോട്ടിൽ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മുടെ പിന്നിലൂടെ ഇവർ പാസ്സാക്കി എടുത്തിട്ടുള്ള എന്താ പറയുക മറ്റ് ബില്ലുകൾ, നമ്മുടെ സാമ്പത്തികമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഈ ബില്ലുകൾ, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. ഇതിങ്ങനെ ഭയങ്കര ഒരു വലിയ പ്രോസസ്സാണ് ഇത്. എന്താ പറയുക, ആ സമയത്ത് ഇവിടെ ഇനി എന്താ സാധ്യമാവെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഡൽഹിയിൽ ജമാ മസ്ജിദിൻ്റെ മുമ്പിൽ അത് സാധ്യമായി. ആ സമയത്ത് കുറച്ചുകൂടി ജനാധിപത്യത്തിനെ കുറിച്ച് വിശാലമായിട്ടുള്ള ഒരു സങ്കല്പം മുന്നോട്ട് വയ്ക്കാണ്ട്, അതിനെക്കുറിച്ച് എന്താ പറയുക കുറച്ചുകൂടി ഇൻക്ലൂസീവായിട്ട് പെരുമാറാൻ സാധിക്കാണ്ട് നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് ഞങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും കൂടെയാണ്. അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ എൻവിറോൺമെൻ്റൽ എന്താ പറയുക എല്ലാത്തരം സാധനങ്ങളും കൂടെയാണ്. ഇനിയെങ്കിലും ഇത് എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ സഖ്യത്തിലേക്ക്, ഒരു എന്താ പറയുക രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഈ സാധനത്തിനെ കൂട്ടിപ്പിടിക്കാൻ എന്നാണ് പറ്റുക? എന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോക്കസ് ഓഫ് ഡിസ്കഷൻ ഇതാണെന്ന് പറഞ്ഞൊഴിയല്ലാണ്ട് സോറി മര്യാദ വേണം, സോറി വിട്ടുപോയി, നമ്മളിനി സംസാരിക്കുന്നു പറയുന്ന രാഷ്ട്രീയ മാന്യതയിലേക്ക് ആർജവത്തിലേക്ക് എത്താൻ എപ്പോഴാണ് പറ്റുക? ഐ എം സോറി. പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഉയരെ പോലെയുള്ള ഒരു സിനിമ, ഞാനൊരു ക്യൂർ ഫെമിനിസ്റ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉയർന്നു പോകാൻ അച്ഛൻ്റെയും എന്താ പറയുക വളരെ റിച്ച് ആയിട്ടുള്ള ആൺസുഹൃത്തിൻ്റെയും തോള് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീൻ്റെ ഫെമിനിസം ആ പ്രിവിലേജ് എന്നൊക്കെ പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രശ്നവൽക്കരിക്കുക ആ സാധനത്തിന്. പക്ഷേ എന്താ പറയുക, എനിക്ക് അറിയില്ല നിങ്ങളോട് അത് എങ്ങനെയാണ് എൻഗേജ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഉറൂബിൻ്റെ രാജ്യമ്മ എന്ന് പറയുന്ന ടെക്സ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദളിത് ടെക്സ്റ്റ് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നായർ എഴുതിയ ദളിത് ടെക്സ്റ്റാണ്. അത് നിങ്ങൾക്ക് ഫിക്ഷണൽ, അതായത് ഒരു സമയത്ത് ദളിതരുടെ ടെക്സ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ആ സമയത്ത് നായന്മാർക്കേ പറയാൻ പറ്റിയിട്ടുള്ളൂ ദളിതരുടെ ജീവിതത്തിനെ കുറിച്ച്. ആ മേളിൽ നിന്നുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടൊരു വർക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ വേറെ രാഷ്ട്രീയ പരിസരത്ത് നിന്ന് ഇത്തരം സാധനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ എന്താ പറയുക ഇത് ഫിക്ഷൻ, മറ്റേത് സിനിമ, അല്ലെങ്കിൽ ഇത് നാടകം എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഞാൻ റോസയോട് ഇപ്പോഴത്തെ ഇതിൻ്റെ ഫോക്കസ് ഇതാണ് മറ്റേതാന്ന് പറയുന്നതിൽ പ്ലീസ് ഡോണ്ട് ഫീൽ എനി ഒഫെൻസ്. ഐ നോ യു ആർ ഒഫെൻഡഡ്, ബട്ട് ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് ഐ ഡിഡ്ന്റ് മീൻ എനി ഡിസ്റെസ്പെക്ട്, ബിക്കോസ് ഐ നോ ദാറ്റ് യു ആർ ബാറ്റ്ലിംഗ് തിങ്സ് ദാറ്റ് ഐ എം നോട്ട്. I know that, and I'm not even going to say that I understand what you're going through, because I don't. Okay? ആദ്യം എനിക്ക് പറയാനുള്ളത്, person to person, I'm sorry that for everything that you have to go through. Everything. I'm sorry. And അറിയാത്ത രീതിയിൽ എല്ലാത്തിലും that I have been a part to perpetrate it, I'm trying to undo it in my own personal capacity, in my work capacity. Granted, I will make mistakes, but I will also learn from it. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ റോസയോട് ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാം പിന്നെ മറ്റേതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞതിൽ I just want to clarify that I did not mean that is not relevant. Second thing is about Urub Rajyamma again. I know when the movie releases, when the time comes, there will be a lot of discussion about it. And I want to be a part of that. ആ സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ലേൺ ചെയ്യാനുണ്ട്, and I will listen to that. I choose not to speak about it right now because I am yet to learn a lot. I'm listening to a lot of conversations, a lot of Facebook comments. So that's what I wanted to say. It's more of an apology at this point that I didn't mean to offend you earlier on. ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയോ? നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കിലും അല്ലാണ്ടൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന ദളിത് സ്ത്രീകൾ, ആത്മാഭിമാനമുള്ള ദളിത് സ്ത്രീകൾ ഒരു ക്യാമ്പയിൻ ഓടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും രാജ്യമായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഒരു സമയത്തും ഈ എന്താ പറയുക ഈ നിറം ഇങ്ങനെ വേറെ സ്ഥലത്ത് നിൽക്കുന്ന സ്ത്രീകളെ അവരെല്ലാവരും അതിലൊരുപാട് പേരെങ്കിലും ഭയങ്കര സൂപ്പർ അടിപൊളി മോഡലുകളാണ്, ഭയങ്കര നല്ല പെർഫോമേഴ്സാണ്. ഇവർക്കൊന്നും കിട്ടാത്ത അവസര സമത്വം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് എനിക്ക് പറയുന്നത് എന്താ പറയുക അടുത്ത ഇനി മുന്നോട്ട് ഈ കാര്യങ്ങൾ മെച്ചപ്പെടുന്നൊക്കെ പറയുന്നത് ഭയങ്കര ഉദാരതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഒരു ഈ ഇങ്ങനെ ഫാസിസത്തിനെ കുറിച്ചുള്ള ചർച്ച ആയതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാതരം സ്ഥലങ്ങളിലും
ഇപ്പോൾ കേരളം പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ കേരളത്തിൻ്റെ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ അനുഭവിക്കുന്ന ഒരു സംഘപരിവാർ ഫാസിസം അല്ല. സംഘപരിവാർ ഫാസിസം തന്നെ വേറൊരു രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് ഫാസിസമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കറക്റ്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പല രീതിയിൽ എന്താ പറയുക, ഞാൻ അലൻ്റെയും താഹൻ്റെ ഒക്കെ വിഷയത്തിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലും, പിന്നെ മാത്രമല്ല ഇവിടെയുള്ള ഒരുപാട് ഒരേ കോസിന് സമരം ചെയ്യുന്ന വേറെ ആൾക്കാരിൽ കുറച്ച് പേര് ജയിലിലാക്കപ്പെടുകയും കുറച്ച് പേര് പുറത്ത് നിൽക്കുകയും ചെയ്യുന്ന കോണ്ടെക്സ്റ്റിലൊക്കെ നമുക്ക് എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഈ CAA-ൻ്റെയും NRC-ൻ്റെയും ഡിസ്കഷൻ ഒരു പെരിഫറൽ ആവരുത്. നമ്മളുടെ ഉള്ളിലുള്ള പവർ സ്ട്രക്ചേഴ്സിനെയും നമ്മൾ ജനറലി അഡ്രസ്സ് ചെയ്യുന്ന എല്ലാ പവർ സ്ട്രക്ചേഴ്സിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന, സാഹിത്യത്തിലും കലയിലും രാഷ്ട്രീയത്തിലും മൊത്തം സംസ്കാരത്തിൽ ഈ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് എങ്ങനെയാണ് നമ്മളുടെ മൈന്യൂട്ട് ലെവലിൽ പവർ ഓരോ കമ്മ്യൂണിറ്റി ബേസിൽ പല ലിംഗത്തിൻ്റെ ബേസിലോ ക്ലാസിൻ്റെ ബേസിലൊക്കെ അസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും തിരിച്ച് അറിയാനുള്ള ഒരു അവസരമായിട്ട് ഈ ഫാസിസത്തിൻ്റെ ഡിസ്കഷൻ മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ NRC CAA ഈ ഒരു പ്രൊജക്റ്റിൽ ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊരു 2 പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ഇതിലുണ്ട്. ഈ കൺഫ്യൂഷൻ എനിക്ക് വെച്ചാൽ ആർക്കും സ്പെസിഫിക് ഒരു ഉത്തരമില്ല എന്നുണ്ട്. ഇത് കളക്റ്റീവായി കൺഫ്യൂഷൻ നമ്മൾ തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഒരു സംഗതി. അപ്പോൾ ആൾക്കാർ പറയും ഇത് കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പേടി നമ്മൾ കളക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്ത് തീർക്കാനേ വഴിയുള്ളൂ. കാരണം ഇതിൽ ആർക്കും ഇവിടെ ഈ ഒരാൾക്കാർ സ്റ്റേജിൽ ഇരിക്കേണ്ട വെച്ചിട്ടൊരു സൊല്യൂഷൻ ഇതിലില്ല. ഇതുള്ള എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ ഒരു കളക്റ്റീവായിട്ടുള്ളൊരു മുന്നേറ്റത്തിന് ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള നിരവധി ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ജെൻഡർ, സെക്ഷുവാലിറ്റി, കാസ്റ്റ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടും തന്നെയാണ് ഈ കളക്ടിവിറ്റി മുന്നോട്ട് പോകേണ്ടതെന്നാണ് എനിക്ക് ഈ ചർച്ച ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അപ്പം നമുക്ക് എനിക്കോണെന്ന് വെച്ചാൽ നിരന്തരം സെൻറ്റർ ചെയ്യല്ല ഈ പൊളിറ്റിക്സ്, നിരന്തരം ഡീസെൻറ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു മൊബിലൈസേഷൻ ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. അതിന് പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.